നമസ്കാരം. വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. രാജേട്ടാ നമസ്കാരം. നമ്മുടെ വെള്ളാപ്പള്ളി നടേശനും MV ഗോവിന്ദൻ മാസ്റ്ററും തമ്മിൽ കൊമ്പ് കോർത്ത് തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. അതായത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഈ CPM-നകത്ത് ഏറ്റവും കൂടുതൽ ഈഴവ വോട്ടുകൾ ഉള്ള ഒരു പാർട്ടിയാണ് ഈ CPIM എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെയൊക്കെ സമുന്നതരായ സമുദായ നേതാവാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കുന്ന ചില രാഷ്ട്രീയ നിലപാടുകൾ ഇപ്പോൾ പൂർണ്ണമായും CPIM-ന് എതിരാണ്. നമ്മളിതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം SNDP-യുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ പല സമയങ്ങളിലും പിണറായി സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ആളാണ്. അതേസമയം തൻ്റെ മകനെ BJP പാളയത്തിലെത്തിച്ച് ഒരു സുരക്ഷിതനായി നിൽക്കുന്ന ഒരു സാമുദായിക നേതാവാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ CPM-ന് ഒരു ഭീഷണിയായിട്ട് മാറുന്നുണ്ടോ? ഇല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ചത് അങ്ങനെ ആയിരുന്നെങ്കിൽ BDJS-ന്റെ രൂപീകരണവും BDJS BJP-യിലേക്ക് പോയ സമയത്ത്, അല്ലെങ്കിൽ BJP മുന്നണിക്കൊപ്പം പോയ സമയത്ത് തന്നെ ഈ വലിയ രീതിയിൽ ഇഴവ് വോട്ടുകൾ മാറേണ്ടതുണ്ടായി. അത് മാത്രമല്ല വിഷയം. അതായത് ഈ വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണം, അത് പുതുതായിട്ട് ഉന്നയിച്ച ആരോപണം അല്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അദ്ദേഹം വളരെ കാലമായിട്ട് തന്നെ CPM-നെതിരെ അല്ലെങ്കിൽ പിണറായി സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണം ന്യൂനപക്ഷങ്ങൾക്ക് വലിയ രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്നെന്നും മുസ്ലിം പ്രീണനം തുടരുന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ CPM-ന് ഉണ്ടായ തിരിച്ചടിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇലക്ഷൻ റിസൾട്ട് വന്ന ആ സമയത്ത് തന്നെ വെള്ളാപ്പള്ളിൻ്റെതായ ഒരു വലിയ പ്രസ്താവന അല്ലെങ്കിൽ പ്രതികരണം പുറത്തു വന്നിരുന്നത്, ഈ രീതി തുടർന്നാൽ, അതായത് മുസ്ലിം പ്രീണനം തുടർന്നു കഴിഞ്ഞാൽ CPM-ന് ഇതിലും വലിയ തകരാറാണ് വരാൻ പോകുന്നതെന്നും നിരവധിയായ ഈഴവ ഗ്രൂപ്പുകൾ BJP-യോട് ആഭിമുഖ്യം കാണിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഒരു അപായ സൂചനയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ പൂർണ്ണമായും അങ്ങനെ വെള്ളാപ്പള്ളി SNDP ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ വെള്ളാപ്പള്ളിൻ്റെ നിർദ്ദേശങ്ങളൊന്നും അങ്ങനെ ഈഴവ സമുദായം മൊത്തത്തിൽ ഏറ്റെടുക്കാറില്ല എന്നുള്ളത് നമുക്ക് കാണാം. BDJS രൂപീകരിക്കുന്ന സമയത്തുണ്ടായിരുന്ന ശക്തി അവർക്കിപ്പോൾ ഇല്ല എന്ന് നമുക്കറിയാം. നിരവധിയായ ആളുകൾ കൊഴിഞ്ഞു പോവുകയും അല്ലെങ്കിൽ BDJS-നോട് വിട പറയുകയൊക്കെ ചെയ്ത ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാവും. യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? CPM-ന്റെ ശക്തി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ CPM-നെ പിന്തുണയ്ക്കുകയും CPM-ന്റെ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരികയൊക്കെ ചെയ്യുന്നത് എല്ലാ കാലത്തും അടിസ്ഥാന സമുദായം എന്നുള്ള നിലയിൽ ഈഴവ സമുദായമായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഇപ്പം കണ്ണൂരിലായാലും ഏറ്റവും വലിയ, ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ CPM മെമ്പർഷിപ്പുള്ള ജില്ല എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയാണ്. പിന്നെ രണ്ടാമത്തെ ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. ഈ കണ്ണൂർ ജില്ലയിലും അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലും ഇത്തവണ നമ്മൾ വോട്ടിംഗ് പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ വലിയ തിരിച്ചടിയാണ് CPM-ന് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈഴവ സമുദായങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടായിട്ടുള്ളത് സത്യമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു ആഹ്വാനം കൊണ്ടൊന്നുമല്ല, മറിച്ച് പ്രാദേശികമായ പല വിഷയങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. ഇപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. അത് നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ പോലും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ഭരണസ്വാധീനം, അതായത് താക്കോൽ സ്ഥാനത്തേക്ക് മുസ്ലിം ആയ നേതാക്കന്മാരെ കൊണ്ടുവരുന്നു. പ്രത്യേകിച്ചിട്ട് മുഹമ്മദ് റിയാസിനെ പോലുള്ള നേതാക്കന്മാർക്ക് കയ്യിലേക്ക് ഭരണത്തിൻ്റെ ചക്രം കുറച്ചും കൂടി എളുപ്പത്തിൽ വെച്ചു കൊടുക്കാനുള്ള ഒരു വലിയൊരു ശ്രമം ഇവിടെ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ CPM അതുപോലെ ഈ മുസ്ലിം പ്രീണനം ന്യൂനപക്ഷങ്ങളോട് കൂടുതലായിട്ടുള്ള ഒരു അനുകൂല നിലപാടുകളൊക്കെ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനോട് വിയോജിപ്പാണുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതമില്ല എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. പക്ഷെ പണ്ട് അത് ആയിക്കോട്ടെ. അപ്പം അങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നിരീശ്വരവാദികളാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ CPM-നകത്തൊക്കെ ഉള്ളതെന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഈ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷവും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്, ഈ സംസ്ഥാനത്തിന് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രീണനം സമീപനം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടോ? അല്ല, ഞാൻ അതിന് കാണുന്നത് വേറെ രീതിയിലാണ്. അതായത് നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ താക്കോൽ സ്ഥാനങ്ങളിലെല്ലാം ഇഴവ സമുദായത്തിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പല ജില്ലകളിലെയും പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയാലും ശരി, ഏരിയ സെക്രട്ടറി ആയാലും ശരി, അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി ആയാലും മറ്റ് സ്റ്റേറ്റ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടാകുന്ന ആളുകൾ, MLA-മാരുടെ എണ്ണൊക്കെ എന്ന് പറഞ്ഞാൽ ഈഴവ സമുദായത്തായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അത്തരത്തിൽ CPM-ൽ അത്തരത്തിൽ ഈഴവ സമുദായത്തിനുണ്ടായിരുന്ന വലിയ ആധിപത്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അത് സത്യവുമാണ്. അല്ല സാറേ, കാരണം ഈ BDJS രൂപീകരിച്ചതിന് ശേഷം BDJS ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനാണ് BDJS എന്ന് പറയുന്ന ഒരു സാമുദായിക രാഷ്ട്രീയത്തിലേക്ക് വരുന്ന എന്നുള്ള രീതിയിൽ
ശങ്കാണ് ഞങ്ങളുടെ ചിഹ്നം എന്നൊക്കെ പ്രഖ്യാപിച്ച് യഥാർത്ഥത്തിൽ BDJS എന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന സമയത്ത് വെള്ളാപ്പള്ളി നടേശന് അതിൽ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് കേരളത്തിലെ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒരേപോലെ BDJSനെ കാണിച്ചുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യലായിരുന്നു ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ വലിയൊരു സമുദായം വോട്ട് ഷെയർ എൻ്റെ കയ്യിലാണെന്നും അതുകൊണ്ട് എന്നെ തൊട്ടാൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ പൊളിറ്റിക്കലി നിങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് BDJS ഉണ്ടാക്കിയെന്നുള്ളത് നമ്മൾ കാണേണ്ടത്. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ സമുദായ നേതാവും അതുപോലെ തന്നെ BDJSന്റെ നേതാവുമായിട്ട് ഒരാൾ വന്നാൽ അത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവും എന്ന് കണ്ടിട്ടാണ് അദ്ദേഹം അത് മകനെ അതിൻ്റെ ചെയർമാൻഷിപ്പിൽ ഏൽപ്പിച്ച് ഇദ്ദേഹം മാറി സമുദായ നേതാവായി മാറി നിൽക്കുന്നു. മൈക്രോ ഫിനാൻസ് തട്ടിപ്പൊക്കെ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു, അതിന്റെ അന്വേഷണങ്ങൾ നടക്കുന്നു. സാർ ഞാൻ ചോദിച്ചോട്ടെ, കാരണം ഈ MV ഗോവിന്ദൻ മാസ്റ്ററെ ഇത്രത്തോളം അസ്വസ്ഥനാക്കാനായിട്ട്, കാരണം ഇപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ നിരന്തരം വെള്ളാപ്പള്ളി നടേശനെതിരെ സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് അസ്വസ്ഥപ്പെടേണ്ട ഒരു കാര്യമുണ്ടോ? അസ്വസ്ഥപ്പെടേണ്ട കാര്യമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും ഈ CPMനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടിസ്ഥാന ശില എന്ന് പറയുന്ന കണ്ണൂരും രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. ഈ ആലപ്പുഴയിലും കണ്ണൂരിലുണ്ടായ വോട്ട് ചോർച്ച എന്ന് പറയുന്നത് CPMനെ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ അസ്വസ്ഥമാക്കുന്ന രീതി തന്നെയാണ് ചോർച്ച ഉണ്ടായിരിക്കുന്നത്. ഇത് CPMന്റെ അടിത്തറ തകർത്തു എന്നുള്ളത് തന്നെയാണ് കാണേണ്ടത്. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഈ വികാരം വോട്ടർമാർക്കിടയിൽ ശക്തമായി നിലനിന്നാൽ 2 വർഷം കഴിയുമ്പോൾ ഇവിടെ നടക്കുന്ന ഇലക്ഷനിൽ, അസംബ്ലി ഇലക്ഷനിൽ വലിയ രീതിയിൽ പ്രതിഫലിച്ചാൽ CPMന്റെ വോട്ട് ഷെയർ ഭീകരമായി കുറയുകയും MLAമാർ ചിലപ്പോൾ 20ഓ 25ഓ മാത്രം MLAമാരിലേക്ക് വലിയ രീതിയിൽ ഒതുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഗോവിന്ദ മാഷ് അതിനെ അതിശക്തമായി എതിർക്കുന്നത്. ഗോവിന്ദ മാഷ് വലിയ രീതിയിൽ ഭയക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണണം. സാർ, ഇപ്പോൾ ആലപ്പുഴയെ സംബന്ധിച്ചിട്ട് ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എത്ര വലിയ ആളുകളാണെങ്കിലും പാർട്ടിക്കുള്ളിലെ കള പറിച്ചു കളയുമെന്നുള്ളതാണ്. അതൊരു വലിയൊരു ഭീഷണി കൂടിയാണ്. അല്ല, അത് കാലാകാലമായിട്ട് നമുക്കറിയാം. ഓരോ ഇലക്ഷൻ കഴിയുന്ന സമയത്തും പല സ്ഥലങ്ങളിൽ വീഴ്ചയുണ്ടായ സ്ഥലങ്ങളിലൊക്കെ ഈ കളപറിക്കൽ നയം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. 3 വർഷം മുന്നേ നടന്ന അസംബ്ലി ഇലക്ഷനിൽ ഒരു കളയെ അവർ പറിച്ചു കളഞ്ഞില്ലെങ്കിൽ പോലും കളയെ യഥാർത്ഥത്തിൽ വെട്ടി വളരെ ചെറിയ തുമ്പാക്കി മാറ്റിയിട്ടുണ്ട്. സുധാകരൻ എന്ന് പറഞ്ഞ ഒരു നേതാവ് വലിയ കളയെ ഇപ്പൊ ഒരു ചെറിയ കളയാക്കി മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്നും കളഞ്ഞിട്ടില്ല, സാങ്കേതികമായി പാർട്ടിയിൽ നിന്നും കളഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്താ സംഭവിച്ചത്? അവിടെ അട്ടിമറി വിജയം അല്ല, മറ്റുള്ള ആർക്ക് എന്തെങ്കിലും അട്ടിമറി വിജയമൊന്നും നടന്നിട്ടില്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കാലത്ത് വേണ്ട രീതിയിൽ ആലപ്പുഴയിലെ CPMന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടും വലിയ രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളൊരു ആരോപണമായിരുന്നു. അവിടെ വോട്ട് ഷെയർ കുറഞ്ഞിട്ടില്ല, സ്ഥാനാർത്ഥി തോറ്റിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് എങ്കിൽ പോലും അവിടെ വേണ്ട രീതിയിൽ സുധാകരൻ പാർട്ടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കുകയും ഏകപക്ഷീയമായി സുധാകരനെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരംതാഴ്ത്തുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഒരു കാലത്ത് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം CPMന്റെ അവസാനത്തെ വാക്കായിരുന്നു സുധാകരൻ നമ്മൾ കാണേണ്ടതുണ്ട്. ആ സുധാകരനെയാണ് CPM എല്ലാ രീതിയിലും കുളിപ്പിച്ച് കിടത്തിയിരിക്കുന്നത് നമ്മൾ. അതായത് എന്തുകൊണ്ടാണ് സുധാകരനെ പുറത്താക്കാത്തതെന്ന് പറഞ്ഞാൽ, അകത്ത് നിൽക്കുന്ന സുധാകരനെക്കാളും കരുത്തനായിരിക്കും പുറത്താക്കപ്പെടുന്ന സുധാകരൻ വളരെ വ്യക്തമായി അറിയുന്നുകൊണ്ടാണ്. മറ്റൊന്ന്, ഇപ്പോഴും രക്തസാക്ഷി കുടുംബം, അദ്ദേഹത്തിന്റെ സഹോദരൻ രക്തസാക്ഷിയായതാണ്. രക്തസാക്ഷി കുടുംബത്തിൽ നിന്നും ഈ സ്റ്റേറ്റ് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ താഴെ കമ്മിറ്റിയിലോ എവിടെയൊന്നും വലിയ നേതാക്കന്മാരൊന്നും ഇല്ല. രക്തസാക്ഷികൾ ഒരുപാടുണ്ട് പാർട്ടിക്കെങ്കിൽ പോലും രക്തസാക്ഷി കുടുംബത്തിൽ നേതാക്കന്മാർ ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളത് കൂടി കാണുന്നത്. അതുകൊണ്ട് ഈ രക്തസാക്ഷി പരിവേഷം ഉള്ളത് കൊണ്ട് മാത്രമാണ് സുധാകരൻ ഇപ്പോഴും പാർട്ടിയിൽ സാങ്കേതികമായി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കള പറിക്കാൻ തയ്യാറായാൽ, യഥാർത്ഥ കളകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കളയാണ് പറിക്കുന്നുണ്ടെങ്കിൽ ആ കളകളെ എല്ലാം പറിച്ചു കഴിയുമ്പോഴേക്ക് ഈ പാർട്ടിയുടെ സ്ഥിതി വളരെ ദയനീയമാവുന്നതാണ്. ഇപ്പൊ ഒന്നും നമ്മൾ നോക്കട്ടെ, ഇപ്പൊ കോഴിക്കോട് PSC കോഴയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കളപറിക്കൽ നടന്നു. യഥാർത്ഥത്തിൽ CPM ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയും വലിയ ഭയത്തോടു കൂടിയാണ് ഈ പ്രമോദ് കോട്ടൂളിന്റെ നീക്കങ്ങളെ കാണുന്നത്. അതുകൊണ്ട് ഇതൊന്നും അത്ര ശരിയല്ല. നമ്മൾ വേറൊരു വിഷയം, നമ്മളിപ്പോൾ നേരത്തെ ഉന്നയിച്ച വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, കോഴിക്കോട് ബേസ് ചെയ്തുകൊണ്ട് മാത്രം 2 സെമിനാറുകളാണ് ഈ ഇലക്ഷന് മുന്നേ നടന്നിട്ടുള്ള CPM നടത്തിയിട്ടുള്ളത്. ഒന്ന് പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടാണ്, ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുള്ള ഇതൊക്കെ പരസ്യമായ വിഷയങ്ങളിലൊക്കെ ഈ CPMന് നിലപാടുകൾ ഒരു വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിക്കാമായിരുന്നിട്ട് പോലും മുസ്ലിം വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് അവരെന്താ ചെയ്തത്? അവിടെ 2 സെമിനാറുകൾ നടത്തി. ഇതൊക്കെ യഥാർത്ഥത്തിൽ മറ്റ് പാർട്ടിയിലെ മറ്റ് കക്ഷികൾ, അതായത് മറ്റ് മതസ്ഥർ വലിയ ആശങ്കയോടെയാണ് കണ്ടത്. ഇതിൻ്റെ ഏറ്റവും വലിയ
തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ളതെന്നുള്ളതാണ്. ഗോവിന്ദൻ മാഷക്കും അത് വ്യക്തമായതുകൊണ്ടാണ് ഗോവിന്ദൻ മാഷ് നിരന്തരമായി വെള്ളാപ്പള്ളിക്കെതിരെ വലിയ നീക്കം നടത്തുന്നത്. സാറേ, വെള്ളാപ്പള്ളി നടേശൻ ശരിക്കും പറഞ്ഞാൽ നവോത്ഥാന സമിതിയുടെ സംസ്ഥാന ചെയർമാൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ LDFന്റെ കൺവീനർ തന്നെ സംസാരിക്കുമ്പോൾ അതിനൊരു ഒരു വിരോധാഭാസം ഇല്ലേ? അല്ല, ഇപ്പം നമ്മൾ കാണേണ്ടത് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും നിലവിൽ സ്റ്റിൽ CPM അനുഭാവിയാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ആരോപിക്കുന്ന മറ്റൊരു സംഭവം, മുഖ്യമന്ത്രിക്ക് ശേഷം CPMൽ ആരാണുള്ളത്, മുഖ്യമന്ത്രിക്ക് ശേഷം CPMൽ ആരാണുള്ളത് എന്നുള്ളൊരു ചോദ്യത്തിൽ വളരെ കൃത്യമായൊരു ഉത്തരമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് ശേഷം അദ്ദേഹത്തിൻ്റെ അനുയായിട്ട് അടുത്ത അനന്തരാവകാശിയായിട്ട് വരാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ മരുമകനാണെന്നും അത് ന്യൂനപക്ഷ പ്രീണനമാണ് എന്നുള്ളത് തന്നെയാണ്. ഇത് തന്നെയാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമിതമായ ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പലതരത്തിലുള്ള അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുകയും ഇതിലൂടെ കൃത്യമായി ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മേടിച്ചുകൊണ്ട് CPM വീണ്ടും ഭരണത്തിൽ വരാം എന്നുള്ളൊരു വലിയൊരു രാഷ്ട്രീയ അജണ്ട ഉണ്ട് ഇതിൻ്റെ പുറകിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ MV ഗോവിന്ദൻ, അതായത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വീണ്ടും വെള്ളാപ്പള്ളിക്കെതിരെ തിരിയാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത്, തുഷാർ വെള്ളാപ്പള്ളിയുടെ BDJS ശക്തിപ്പെടുന്നു എന്നുള്ള ഒരു ഭയം കൊണ്ടല്ല, മറിച്ച് BDJS അല്ലാതെ തന്നെ ഈ ഈഴവ കമ്മ്യൂണിറ്റി പൂർണ്ണമായും CPMനെ കൈയൊഴിയുന്നു എന്നുള്ളൊരു ഭയത്തിൽ നിന്നാണ് അത് ഉണ്ടായെന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശന്റെ മുമ്പിലുള്ളത് മരുമകനാണ് പ്രശ്നമായിട്ടുള്ളത്. അതെ, മുഹമ്മദ് റിയാസ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് എന്നുള്ളതാണ് അദ്ദേഹത്തെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതെ, നമ്മൾ പരിശോധിച്ചറിയാം. ഇപ്പോൾ DYFIയുടെയും അതുപോലെ തന്നെ മറ്റ് വർഗ ബഹുജന സംഘടനയുടെയൊക്കെ നേതാക്കന്മാരായി വരുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ് എന്നുള്ളൊരു നിരീക്ഷണം വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ തന്നെ നടത്തുകയും ഇതിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. രാജ്യസഭയിലേക്ക് പോകുന്ന സമയത്തൊക്കെ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വസീഫ് DYFIന്റെ സംസ്ഥാന പ്രസിഡന്റായി വരുന്നു, റഹീം ദേശീയ പ്രസിഡന്റായിട്ട് വരുന്നു. ഇതൊക്കെ ന്യൂനപക്ഷ വിഭാഗത്തു നിന്നുള്ള ആളുകൾക്ക് കൂടുതൽ കടന്നു കയറാനുള്ള അവസരങ്ങൾ വളരെ മനഃപൂർവ്വം ഒരുക്കുകയാണെന്നും ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസ് ആണ് എന്നുള്ളതാണ് യഥാർത്ഥ വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത്. ഇപ്പം കണ്ണൂർ, കാസർഗോഡ് പോലെയുള്ള സ്ഥലങ്ങളിലൊന്നും വെള്ളാപ്പള്ളി നടേശന്റെ പാർട്ടിക്ക് അല്ലെ SNDPക്ക് വലിയ ശക്തിയുള്ള സ്ഥലങ്ങളല്ല. കോഴിക്കോടായാലും SNDPക്ക് വലിയ ശക്തിയില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അവിടെ പോലും CPMന് തിരിച്ചടി ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസ് അടുത്ത മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള വലിയ പ്രചരണങ്ങൾ ഉണ്ടായി എന്ന് മാത്രമല്ല, കോഴിക്കോട് നടന്ന 2 സമ്മേളനങ്ങളാണ്. അതായത് പലസ്തീൻ വിഷയത്തിൽ നടന്ന വലിയ കൺവെൻഷനും അതേപോലെ തന്നെ സിവിൽ കോഡിനെതിരെ നടന്ന കൺവെൻഷനും, ഇത് രണ്ടും മുസ്ലിം വിഭാഗത്തെ പൂർണ്ണമായും പാർട്ടിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘടിതമായ നീക്കം നടന്നു എന്നുള്ള ഒരു തോന്നൽ മറ്റ് ജനവിഭാഗങ്ങൾക്കുണ്ടായി. പ്രത്യേകിച്ചിട്ടും ഈഴവ വിഭാഗങ്ങൾക്കിടയിലും അതുപോലെ തന്നെ തീയ വിഭാഗങ്ങൾക്കിടയിലും ഉണ്ടായി എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അതായത് വെള്ളാപ്പള്ളി നടേശൻ ന്യൂനപക്ഷങ്ങളുടെ പേരിൽ ആളെ കത്തിക്കാൻ ഉദ്ദേശിക്കുന്ന വർഗീയതയെ തണുപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട് ഗോവിന്ദൻ മാസ്റ്റർ. തീർച്ചയായും. അതുകൊണ്ടാണ് MV ഗോവിന്ദൻ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഗോവിന്ദൻ മാഷിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയും അതിന് വെള്ളാപ്പള്ളി നടേശൻ കൊടുത്ത മറുപടിയും രണ്ടും വായിച്ചു നോക്കുക നമുക്കറിയാം. ഇതിൽ എവിടെയൊക്കെയോ ചില രീതിയിലുള്ള തിരുത്തലുകൾ അനിവാര്യ എന്നുള്ള രീതിയിലേക്ക് രണ്ടുപേരും എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏറെ വൈകാതെ തന്നെ, അല്ലെങ്കിൽ നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഏതാണ്ട് അടുത്തെത്തുമ്പോൾ തന്നെ ഇതിലൊക്കെ ചില പാച്ചിങ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതിൽ കാണേണ്ടത്. ഏതായാലും CPM വളരെ വലിയ രീതിയിൽ ഭയപ്പെടുകയാണ് വെള്ളാപ്പള്ളി നടേശന്റെ നീക്കങ്ങളെയും പ്രസ്താവനകളെയും എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. BDJSന് കേന്ദ്രത്തിൽ നിന്ന് എന്ത് ലഭിക്കുന്നു എന്നതിനെ അനുസരിച്ചാണ് BDJS NDAയിൽ തുടരുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുക എന്നും വ്യക്തമാണ്. ഏതായാലും വരും ദിവസങ്ങൾ CPMന് അത്ര സുഖകരമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.